പ്രളയ ദുരന്തത്തിൽപ്പെട്ടവർക്കായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൈത്താങ്ങ്. ദുരിതബാധിതർക്കായി കോർപ്പറേഷൻ ശേഖരിച്ച അവശ്യ സാധനങ്ങളുടെ ആദ്യ ലോഡ് നഗരസഭയിൽ നിന്ന് അല്പസമയത്തിനകം പുറപ്പെടുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഈ അവശ്യ സാധനങ്ങളുമായി ലോറികൾ, ട്രക്കുകൾ നീങ്ങാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. MS വീണ അവിടെ നിന്നും ചേരുന്നു. വീണ, എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച്, പുതിയ ഭരണസമിതിയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രളയക്കെടുതി രൂക്ഷമാകുമ്പോൾ അവിടേക്ക് കൈത്താങ്ങായി തിരുവനന്തപുരത്തെ അനന്തപുരിയുടെ കോർപ്പറേഷൻ മാറുന്നു. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ ആശാനാഥൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ വീണ? തീർച്ചയായും BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ ദൗത്യമാണ്. അവർ അഭിമാനകരമായി തന്നെ ആ ഒരു ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി ആദ്യ ലോഡ് പുറപ്പെടുന്നു എന്നുള്ളതാണ്. പ്രളയ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിലേക്കാണ് തിരുവനന്തപുരം നഗരസഭയുടെ കൈത്താങ് ആയിട്ടുള്ള ആദ്യ ലോഡ് സാധനങ്ങൾ പുറപ്പെടുന്നത് എന്നുള്ളതാണ്. 3 ലോറികളാണുള്ളത്. ഈ വാഹനങ്ങൾക്കൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും ചില കൗൺസിലർമാരും പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ ആ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം കൂടി നടക്കും എന്നുള്ളതാണ്. ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുടിവെള്ളം, അതുപോലെ തന്നെ ആ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്കായിട്ടുള്ള സ്നേഹത്തിന്റെ കരുതലാണ് ഈ നഗരസഭയിൽ നിന്ന് പോകുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായി ശേഖരിച്ച വസ്തുക്കളടക്കമുണ്ട്. അല്പസമയങ്ങൾക്കകം ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം അടക്കം നടക്കുമെന്നുള്ളതാണ്. നമുക്ക് ഡെപ്യൂട്ടി മേയറോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്കായിട്ടുള്ള ഒരു കൈത്താങ്, ഒരേ മനസ്സോടുകൂടി, ഒരേ ഹൃദയത്തോടു കൂടി നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ആദ്യ ലോഡ് പോവുകയാണ്. എന്ത് തോന്നി ഈ ഒരു നിമിഷം? ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നി. കാരണം ഞങ്ങൾ ഇന്ന് ഒറ്റ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പിലെ വീഡിയോസും ഒക്കെ തന്നെ ഒരുപാട് പേര് കണ്ടു. ഒരുപാട് സുമനസ്സുകൾ തന്നെ അവരുടെ സഹായം നമുക്കിവിടെ എത്തിച്ചു. ഒരുപാട് ആളുകൾ, കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും തന്നെ നോക്കാതെ നമ്മുടെ ദുരന്ത മുഖത്തുള്ള സഹോദരങ്ങൾക്ക് സഹായവുമായിട്ട് നമുക്കിവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് തന്നെ നമ്മൾ തിരിക്കുകയാണ്. ഇന്നലെ തിരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയാൽ മതി എന്ന് അവിടെ നിന്ന് ഒരു വന്നതുകൊണ്ട് നമ്മളിന്ന് രാവിലെ തിരിക്കുകയാണ്. നമ്മൾ റാന്നി, തിരുവല്ല അവിടോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയം, ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരൊത്തൊരുമയുടെ കൂടെ തെളിവാണല്ലോ ഇപ്പോൾ ഈ ഒരു 2 ലോറികൾ പുറകിൽ നിറയെ സാധനങ്ങളുമായി നിൽക്കുന്നത്. അതെ, തീർച്ചയായും ഇനിയുണ്ട്. ഞങ്ങൾ രാവിലെ 2 ലോഡാണ്, ബാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കി പോകുന്നുണ്ട്. ബാക്കി 2 ലോഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തൊരുമയാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ കൗൺസിലേഴ്സുമായാലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഒക്കെ തന്നെ, രാഷ്ട്രീയം മാത്രമല്ല, വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളും സ്റ്റുഡൻസും ഒക്കെ തന്നെയുള്ള സഹായം നമുക്ക് എത്തിച്ചിട്ടുണ്ട്. വീട്ടമ്മമാരും ഒക്കെ തന്നെ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷം. ഒപ്പം പോകുന്നുണ്ട് എന്ന് കേട്ടല്ലോ. എങ്ങനെയാണ് ആ ക്യാമ്പുകളിലേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ? ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാനും ചെയർപേഴ്സൺമാരും പിന്നെ ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകളും എല്ലാമാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കവിടുത്തെ ദുരവസ്ഥ എന്തായാലും ഒന്ന് കാണണം. ബാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും നഗരസഭ ഒപ്പമുണ്ടാകും. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്നും അവരുടെ സഹായത്തിനായും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നേരിട്ട് ചോദിക്കുന്നതിനും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അവർക്കൊപ്പമുണ്ട്. അവർ ഒറ്റയ്ക്കല്ല. തിരുവനന്തപുരത്തു നിന്നുള്ള സഹോദരങ്ങളുടെ സ്നേഹം അത് നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നതെന്നുള്ളതാണ്. ഉടൻ തന്നെ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുന്നു എന്നുള്ളതാണ്. 2 വാഹനങ്ങളിലായിട്ടാണ് ആദ്യ ലോഡ് പോകുന്നത്. പല സാധനങ്ങളുണ്ട്, അവശ്യ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യസാധനങ്ങളുണ്ട്, പുതപ്പുകളുണ്ട്, അതുപോലെ തന്നെ ബക്കറ്റുകളുണ്ട്, കുടിവെള്ളമുണ്ട്. അങ്ങനെ ഒരു രാത്രി നീണ്ടു നിന്ന്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാടിൻ്റെയുമാണ് ഈ ഒരു 2 ലോറിയിലായി സാധനങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ട റാന്നിയിലേക്കാണ് പോകുന്നത്. മറ്റു ജില്ലകളിലേക്കും അധികം വൈകാതെ തന്നെ ഇനിയും ലോഡ് പോകുമെന്ന് കൂടിയാണ് മേയർ അറിയിക്കുന്നത്. ഫ്ലാഗ് ഓഫ് കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കൈത്താങ്ങ് പ്രളയബാധിതർക്കായി ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രളയക്കെടുതി നേരിടുന്നവർക്കുള്ള അവശ്യ സാധനങ്ങളുമായുള്ള ലോറികൾ പോകാനൊരുങ്ങുകയാണ്. അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്
ഓക്കെ, നമ്മളിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് നമ്മൾ ഇന്നലെ തുടങ്ങിയ കളക്ഷൻ ക്യാമ്പ് നമ്മൾ ഇന്ന് റാന്നി തിരുവല്ല പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലോഡോടും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ രാവിലെ 2 ലോഡാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റാന്നി തിരുവല്ല പ്രദേശത്തെ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബാക്കി ലോഡുകൾ കൂടി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് പേര് സഹായിച്ചു. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ദുരന്തമുഖത്തുള്ള സഹോദരങ്ങൾക്ക് ഒരു സഹായവുമായിട്ട് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. കൗൺസിലേഴ്സ് ഉണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരും അവരെ ഇട്ടിട്ട് പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി അവരോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആളുകൾ, നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ, നമ്മൾ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെയൊക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.